നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ജനുവരി 13 മാർക്കറ്റ് റണ്ണിങ്ങിലാണുള്ളത്. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അനുബന്ധമായിട്ട് ഉള്ളൊരു വീഡിയോയാണ്. അതായത് ഇന്നലെ നമ്മൾ ചെയ്തത് 5ഓളം സ്റ്റോക്കുകളിൽ ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. അതേ ഓർഡർ ബ്ലോക്കുകൾ ഇന്നത്തെ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു 5-6 സ്റ്റോക്കിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് നമ്മളെടുത്ത ട്രേഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടാവും. പറ്റുമെങ്കിൽ നാളത്തേക്കുള്ള ഓർഡർ ബ്ലോക്ക് അത് എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ആഫ്റ്റർ മാർക്കറ്റ് മാത്രമേ നമുക്ക് നാളത്തേക്കുള്ള ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം വർക്ക് ചെയ്യേണ്ട ഓർഡർ ബ്ലോക്കും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇതിന് ശേഷം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ 2 കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള ആ 5-6 സ്റ്റോക്കുകളുടെ ഓർഡർ ബ്ലോക്കുകൾ ഇന്നത്തെ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊന്ന് ഫസ്റ്റിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇന്നലെ നമ്മൾ ശ്രീറാം, അൾട്രാടെക്, മാരുതി, നിഫ്റ്റി 50, ഏഷ്യർ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ശ്രീറാമാണ്. അപ്പോൾ ശ്രീറാം ഇന്ന് എന്ത് സംഭവിച്ചു? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീവിയസ് മാർക്കറ്റിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തൊട്ടടുത്ത് ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്ത് ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് നല്ലൊരു മൂവ് തന്നു. അതിന് ശേഷം താഴത്തേക്ക് മൂവ് ചെയ്തത് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1% മുകളിൽ താഴത്തേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം അവിടുന്ന് റിജക്റ്റ് ചെയ്ത് തിരികെ ഈ ഏരിയ എത്തുമ്പോൾ, ഈ ഓർഡർ ബ്ലോക്ക് എത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇത് താഴത്തേക്ക് പോയതിന് ശേഷം തിരികെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ എവിടുന്നെങ്കിലും നിങ്ങളൊരു എൻട്രി എടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടും? അതാണ് നമുക്കിവിടെ അറിയേണ്ടത്. നമ്മൾ പറഞ്ഞു, നമ്മൾ പിന്നീട് വെക്കുന്ന സ്റ്റോപ്പ് ലോസ് 0.5% ആയിരിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 0.5% വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 1:3 റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ റിസ്ക് റിവാർഡ് എടുക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടാർഗറ്റ് നമ്മൾ വെക്കാറുണ്ട്. അത് ഇങ്ങനെയാണ്, ഈ 2 ഓർഡർ ബ്ലോക്കുകളുടെ മധ്യഭാഗം നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 ഓർഡർ ബ്ലോക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇന്നലെ നമ്മൾ കണ്ടതാണ്, 3% എബോവ് ഉണ്ട്. സോ ഇത്രയും വലിയ ചേഞ്ച് വരുന്ന സ്ഥലങ്ങളിൽ മധ്യഭാഗം നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ഇപ്പോൾ 1.5% ഡിഫറൻസ് ഒക്കെ ഉള്ളൂവെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൻ്റെ എൻഡിലേക്ക് തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മധ്യഭാഗത്തേക്ക് ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ആ മധ്യഭാഗത്തിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 1:4 നമുക്കവിടെ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ ശ്രീറാമിൽ ഇന്നലെ അടയാളപ്പെടുത്തിയത് വർക്ക് ചെയ്തിട്ടുണ്ട്. അൾട്രാടെക്കിൽ നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം, നമ്മൾ ഇന്നലെ 5 എണ്ണം അടയാളപ്പെടുത്തി വെച്ചെങ്കിൽ അതിൽ 2 എണ്ണമോ ഇല്ലെങ്കിൽ 3 എണ്ണമോ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ മതി. 1:2 റിസ്ക് റിവാർഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റിൽ എത്താൻ പറ്റും. ഇതിപ്പോൾ 1:4 റിസ്ക് റിവാർഡ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അൾട്രാടെക്ക് നമുക്കൊന്ന് നോക്കാം. അൾട്രാടെക്കും നമ്മൾ താഴത്തെ ആ ഒരു ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് വന്നു. എത്ര ശതമാനം വരെ മുകളിലേക്ക് വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പണിങ്ങിൽ നിന്നും 1.2% ചേഞ്ച് മുകളിലേക്ക് അത് തന്നു. അതിനുശേഷം റിജക്റ്റ് ആയിട്ട് അതേ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കിതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നുവെങ്കിൽ അത് ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോകുമ്പോഴല്ല, തിരികെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് കേട്ടോ. 0.5% നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇതിന് ടാർഗറ്റായിട്ട് 1:2 മിനിമം റിസ്ക് റിവാർഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് ഇതാ ഇവിടെ വരെയാണ്. മാർക്കറ്റ് ഇന്ന് ആ ഏരിയയിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നു. ഓക്കെ, ഇനി മാർക്കറ്റിൻ്റെ മധ്യഭാഗവും കൂടെ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 2 ഓർഡർ ബ്ലോക്കുകളുടെ കൃത്യം മധ്യഭാഗം അത് പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൻ്റെ തൊട്ടടുത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എങ്കിലും മാർക്കറ്റ് ഇന്ന് മിനിമം വരേണ്ടതാണ്. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വഴിയേ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓർഡർ ബ്ലോക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് മാരുതി. മാരുതിയിലേക്ക് വരുമ്പോൾ വളരെ താഴെ നിന്നാണ് മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ താഴെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ഓർഡർ ബ്ലോക്കുകളുടെ ഏകദേശം മധ്യഭാഗം നമുക്കൊന്ന് നോക്കാം. മധ്യഭാഗത്തിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്തു, മുകളിലേക്ക് തന്നെ മാർക്കറ്റ് കയറി. മാർക്കറ്റ് മുകളിൽ വന്ന് ക്ലോസിംഗ് തന്നു. അതിനുശേഷം താഴത്ത് ഇതേ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടാനേ നിർവാഹമുള്ളൂ.
സോ ദാറ്റ് നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടുവാണ്. 0.5%ൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചാൽ ഇനി നമുക്ക് വെക്കാവുന്ന ടാർഗറ്റ് അതിന് അഗൻസ്റ്റ് 1:2 നമുക്ക് റിസ്ക് റിവാർഡ് വെക്കണം. 1:2 എന്ന് പറയുമ്പോൾ ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് വരുന്നുണ്ട്, ഇവിടെ വരെ മാർക്കറ്റ് വരേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഇനി 1:2 റിസ്ക് റിവാർഡ് കിട്ടുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. മാരുതിയുടെ മുകളിലേക്കുള്ള ഓർഡർ ബ്ലോക്കുകളൊന്നും നമ്മൾ എടുത്തിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 1:2 തന്നെ ടാർഗറ്റ് വെച്ചായിട്ട് കണക്ക് കൂട്ടുകയാണ്. ഇനിയുള്ളത് നിഫ്റ്റി 50. നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ ഓർഡർ ബ്ലോക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു, ഒപ്പം തന്നെ താഴത്തേക്ക് നമ്മൾ ഒന്നും തന്നെ അടയാളപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ ഇനി നിഫ്റ്റി 50യുടെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ എവിടെയാണ് ഇനി ഒരു പ്രൈസ് പോയിൻ്റ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. നിഫ്റ്റി 50 ഈ പ്രൈസ് റേഞ്ച് ഉണ്ടായിരുന്നത് പിന്നെ ജൂൺ 7-ാം തീയതിയാണ്. സോ ദാറ്റ് നമുക്ക് ജൂൺ 7-ാം തീയതി പോയിട്ട് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ജൂൺ 7-ാം തീയതിയിലേക്ക് പോവുകയാണ്. (2024) ജൂൺ 7-ാം തീയതി. ഓക്കെ, 2024 ജൂൺ 7-ാം തീയതി നമ്മളെത്തി. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടുന്ന് ഒരു 1 സൈഡഡ് മൂവ് നടത്തിയിട്ടുണ്ട്, റീടെസ്റ്റുകളൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗം നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് കരുതാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗവും നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം, കാരണം ഇവിടെ നല്ലൊരു ഗ്യാപ്പ് വെച്ചു, അതിനുശേഷം ഇവിടെ റീടെസ്റ്റും തന്നിട്ടുണ്ട്. സോ ദാറ്റ് അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്കിനി ഇന്നത്തെ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു. ഇവിടെ ഏതാണ്ട് ഓർഡർ ബ്ലോക്കിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് അങ്ങനെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സൈഡ് വൈസ് ആണ് മാർക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇത് ഹിറ്റ് ചെയ്തിട്ടില്ല, ഇത് എവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആവേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയുള്ളത് ഏഷ്യർ മോട്ടേഴ്സ്. ഏഷ്യർ മോട്ടേഴ്സിലേക്ക് വരുമ്പോൾ താഴത്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ഉള്ളത്, അതിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല. മുകളിൽ ഓർഡർ ബ്ലോക്ക് ഉള്ളത് കുറച്ച് വലിയ ഗ്യാപ്പിലാണുള്ളത്. ഇപ്പോൾ നിഫ്റ്റി 50 കണ്ടതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ സൈഡ് വൈസ് ആണ് മാർക്കറ്റ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യർ മോട്ടേഴ്സിലും അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടായിട്ടില്ല. ഇനിയുള്ളത് അപ്പോളോ ടയേഴ്സാണ്. അപ്പോളോ ടയേഴ്സ് ഇതിൻ്റെ താഴത്തേക്കുള്ള ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരികെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് താഴത്തേക്ക് എൻട്രി എടുത്താൽ ഈ ദിവസം ഇനി പുതിയൊരു ടാർഗറ്റ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് പോകണം. നമുക്ക് നോക്കാം, ഈ പ്രൈസ് പോയിൻ്റ് ഉള്ളത് ഇവിടെ നവംബർ 29-ാം തീയതിയും പിന്നെ നവംബർ 22-ാം തീയതിയുമാണ്. ആ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നവംബർ 29-ാം തീയതിയിലേക്ക് പോവാം. നവംബർ 29-ാം തീയതി അന്ന് കിട്ടുന്നില്ലെങ്കിൽ നവംബർ 22-ലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നവംബർ 29-ാം തീയതിയിലേക്ക് നമ്മൾ വന്നു. അന്ന് നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വന്ന് ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. 2 തവണ ഇവിടെയും വന്നത് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു 0.5% ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ ടോട്ടൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. കിടക്കട്ടെ. ഇത് നമുക്ക് നവംബർ 22-ഉം കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ്, അതായത് ഈ ഒരു ക്യാൻഡിൽ ഫുള്ള് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് അന്നത്തെ ദിവസം ഇവിടെ നമ്മളിന്ന് അടയാളപ്പെടുത്തിയേക്കുന്നത് തന്നെ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഫുള്ള് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. പോയിട്ട് റിവേഴ്സ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് വീണ്ടും പോയേക്കുന്നത്. സോ ദാറ്റ് അത് തന്നെയാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതും നമ്മളിപ്പോൾ കണ്ടു പഠിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കോണം, പലതവണ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അപ്പോളോ ടയേഴ്സിൽ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് മുകളിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നൊരു അവസരം ആണ് നമ്മൾ കാണുന്നത്. അത് ഇങ്ങനെയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആകുന്നതായിട്ട് മുകളിലേക്ക് അപ്പ് ട്രെൻഡിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആക്ച്വലി അത് ടച്ച് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണക്ക് കൂട്ടിയാൽ 0.5% സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് വയ്ക്കാം. അത് 1:2 ഇവിടെ ടാർഗറ്റിലേക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ഈ ഓർഡർ ബ്ലോക്ക് മുകളിൽ പോയി ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് താഴത്തേക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഈ രണ്ട് എൻട്രി എടുത്താലും അതിൽ തെറ്റൊന്നും പറയാനില്ല. ഇവിടെ മുകളിൽ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റും ചെയ്യാം. 1:2 അവിടെ കിട്ടിയാൽ ധാരാളമാണ്. അപ്പോൾ 1:2 ഇവിടെ അടയാളപ്പെടുത്തി ഇതിൽ എങ്ങോട്ട് ഹിറ്റ് ചെയ്താലും നമുക്കവിടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തതായിട്ട് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയതൊക്കെയാണ്. ശ്രീറാം നോക്കി, ശ്രീറാമിനകത്ത് നമുക്ക് 1:2 കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ 1:4 ഇവിടെ ഓൾറെഡി കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരെണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. രണ്ടാമതുള്ളത് അൾട്രാടെക് ആണ്. അൾട്രാടെക്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്, ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. മാരുതിയാണ് മൂന്നാമതുള്ളത്. മാരുതിയിൽ നമുക്കിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്, ടാർഗറ്റിലേക്ക് അതും എത്തിയിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനിയുള്ളത് നിഫ്റ്റി 50 സൈഡ് വൈസ് തന്നെ നിലനിൽക്കുകയാണ്. അതിനകത്ത് ഒരു സൈഡും അത് ഹിറ്റ് ചെയ്തിട്ടില്ല, ഓർഡർ ബ്ലോക്കുകൾ ഒരു സൈഡിലേക്ക് ഹിറ്റ് ചെയ്തിട്ടില്ല. ഐഷർ മോട്ടോഴ്സ് താഴത്താണ് അതിൻ്റെ ഓർഡർ ബ്ലോക്ക് ഉള്ളത്, അങ്ങോട്ടേക്ക് അത് വന്നിട്ടില്ല, അതിനകത്ത് ഇന്ന് എൻട്രി ഇല്ല. പിന്നെ ഉള്ളത് അപ്പോളോ ടയേഴ്സാണ്. അപ്പോളോ ടയേഴ്സ് നമ്മളിപ്പോൾ കണ്ടതുപോലെ മുകളിലേക്കോ താഴത്തേക്കോ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാമായിരുന്നൊരു സിറ്റുവേഷനാണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ. അപ്പോൾ എന്തായാലും ഇത്ര നമ്മൾ അടയാളപ്പെടുത്തി വെച്ചതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്തോളുക. ഓക്കെ, ഓർഡർ ബ്ലോക്കുകൾ നല്ല രീതിയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമുക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ടാർഗറ്റ് ഒരെണ്ണത്തിനകത്ത് കിട്ടുന്നതും ഈ കുറഞ്ഞ സമയത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. 9:49 9 മണി കഴിഞ്ഞ് 50 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മണിക്കൂറായിട്ടില്ല, അതിനുള്ളിൽ തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു സ്റ്റോക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും കണ്ടു. സോ ദാറ്റ് ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇനി നമ്മൾ ഇന്ന് ചെയ്ത ട്രേഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ എൻട്രി എടുത്തിരുന്നത് ONGCയിലാണ്. ONGC നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഓർഡർ ബ്ലോക്കിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മുകളിലേക്കൊരു മൂവ് കൊടുത്തു, അതിനുശേഷം നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നു. താഴത്തേക്ക് മൂവ് ചെയ്ത് ഇത് ഏകദേശം ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തു. 260-65 നമ്മളിവിടെ എൻട്രി എടുത്തു. അവിടെ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ എൻട്രി എടുത്തിരുന്നത്. സോ ദാറ്റ് നമ്മളുടെ ആ എൻട്രി കിട്ടിയതിന് ശേഷം നേരെ താഴത്തേക്ക് വന്ന് പ്രൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 0.5% നമ്മൾ വെച്ചിരുന്നു. കൃത്യം ആ സ്റ്റോപ്പ് ലോസ് എടുത്തു. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് 259.35 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. 259.25 അപ്പോൾ 259.35 വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സായി പോയി. അതായത് നമ്മളുടെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റായിരുന്നു. നമുക്ക് 1:3 എബോവ് 1:3.7 ഇവിടെ വരെ വരുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 1:3 എബോവ് ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് തന്നു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമാണ് അത് നമ്മുടെ ടാർഗറ്റിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയേക്കുന്നത് നമ്മുടെ ജേണലിൽ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്ന 65.50 രൂപ സ്റ്റോപ്പ് ലോസാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇന്നിപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം 7 ട്രേഡ് ഇതുവരെ ചെയ്തു. അതിൽ 4 പ്രോഫിറ്റും 3 ലോസും. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളിതുവരെ 21 ട്രേഡ് എടുത്തു, 14 പ്രോഫിറ്റും 7 ലോസും. നമ്മുടെ ഈ മാസം ഇതുവരെയുള്ള നെറ്റ് പ്രോഫിറ്റ് 248 രൂപ. ഏകദേശം ഒരു 6% മുകളിൽ നമ്മൾ പ്രോഫിറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മാസത്തെ ഇതുവരെയുള്ള നമ്മുടെ കണക്ക്. ഒപ്പം തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന നമ്മൾ അടയാളപ്പെടുത്തി വെച്ച കുറച്ച് സ്റ്റോക്കുകളും കൂടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് നോക്കുവാണ്. BPCL ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. BPCL ഇന്ന് എൻട്രി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്കുള്ളത് 3.2% ചേഞ്ചാണ്.
അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മധ്യഭാഗത്തിന് ഈ ഏരിയകൾ തമ്മിലുള്ള ചേഞ്ച് കൂടുന്നതിനനുസരിച്ച് മധ്യഭാഗത്തിന് വാലിഡിറ്റിയും കൂടും. അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രതിരോധം അവിടെ തീർക്കും. അതിവിടെ എടുത്തിട്ടുണ്ട്, എന്നിട്ടത് മുകളിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഇവിടുന്ന് എവിടുന്നെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ പോയിൻ്റ് ഒന്നുമില്ല. എങ്ങനെവേ അവിടുന്ന് മുകളിലേക്ക് ഒരു 1.5 എബോ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്കുണ്ട്. അത് മാർക്കറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലൈവ് മാർക്കറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനുശേഷം വലിയൊരു മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി ഇൻ ഫ്യൂച്ചർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ, ഇതിനകത്ത് ഇന്നിപ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താൽ അവിടെ നിന്നും ഒരു റിവേഴ്സൽ എൻട്രി നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ഷോർട്ട് എൻട്രി നമുക്കവിടെ എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് 1:2 3 ഇവിടെ കിട്ടേണ്ടതാണ്. അപ്പോൾ 1:3 എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വരെ വന്നാൽ മതി. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക. ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി വിപ്രോയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വിപ്രോയിൽ മാർക്കറ്റ് ആരംഭിച്ചത് മുകളിലാണ്. ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സായി വീണ്ടും തിരികെ വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്കിന്നവിടെ സ്റ്റോപ്പ് ലോസേ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 എൻട്രി പോയിൻറ്റുകളാണ് ഓർഡർ ബ്ലോക്കുകളിലുള്ളത്. ഒന്ന്, ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിൽ നമുക്ക് എൻട്രി എടുക്കാം, ഇല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിൽ പോയിട്ട് എൻട്രി എടുക്കാം. ഇവിടെ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിലാണ് ഒരാൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അയാളിപ്പോഴും ട്രേഡിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സ്റ്റിൽ റണ്ണിങ്ങിലാണ് ട്രേഡ്. അപ്പോൾ 1:3 അയാൾക്ക് ടാർഗറ്റ് വെച്ചിട്ട് കാത്തിരിക്കാവുന്നതാണ്. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളുക. ഇനിയുള്ളത് NTPCയിൽ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് NTPCയിലും ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാർക്കറ്റെല്ലാം ഒരു 3% എബോ ചേഞ്ചസ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ വലിയ മൂവ് മാർക്കറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി 2.5 എബോ മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെയും എൻട്രി എടുക്കുന്ന ആൾക്ക് അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം എവിടെയും എൻട്രി എടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് BPCL ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കണ്ടത്. ഇനി UPL നോക്കിക്കഴിഞ്ഞാൽ UPL താഴത്തേക്ക് വന്ന് ബ്രേക്ക് തന്നു. അതിനുശേഷം റീടെസ്റ്റ് വന്നു. ഇവിടെ നിന്ന് താഴത്തേക്ക് എൻട്രി എടുത്താൽ, അപ്പോൾ താഴത്തേക്കുള്ള എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കും? 0.5% സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. അത് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. ടാർഗറ്റായിട്ട് വെക്കാവുന്ന ടാർഗറ്റ് ഒരു വലിയ ടാർഗറ്റാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് അറ്റ് പ്രസൻറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നമ്മൾ ആ രീതിയിൽ മെത്തേഡിൽ എടുത്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് തന്നെ ഹിറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്കറിയാം ഏത് സ്ട്രാറ്റജി നമ്മൾ പോയാലും ഒരു സ്ട്രാറ്റജി 100% വിൻ റേഷ്യോ നമുക്ക് തരുന്നില്ല. അതർവൈസ് തരേണ്ട ആവശ്യവും നമുക്കില്ല. നമുക്കൊരു 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ലോസ് അടിക്കുന്ന ഒരു ദിവസമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ സ്റ്റിൽ നമ്മുടെ ജേണൽ കാണിച്ചു തരുന്നത് നമ്മൾ മോർ ദാൻ 50% വിൻ റേഷ്യോയിൽ നിൽക്കുവാണ്. അപ്പോൾ 60% എബോ വിൻ റേഷ്യോ നമുക്ക് ഈ മാസം തന്നെ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഓർഡർ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 70%ഓളം വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ 40% മേലുള്ള ഏതൊരു വിൻ റേഷ്യോയും 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നല്ലത് തന്നെയാണ്. ഇനി ടാറ്റ മോട്ടോഴ്സിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിൽ ഒന്ന് ചെക്ക് ചെയ്തോളുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടാർഗറ്റ് തരുന്നുണ്ടോ? സ്റ്റോപ്പ് ലോസ് തരുന്നുണ്ടോ? ഇങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നിരന്തരം ഹോംവർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ മാർക്കറ്റിലെ ഒരു സ്ട്രാറ്റജി വളരെ ഭംഗിയായി പഠിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ വിജയിക്കാവുന്നതാണ്. 1:2 റിസ്ക് റിവാർഡും 40% എബോ ഒരു വിൻ റേഷ്യോയും കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി SBI ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്തു, നല്ല രീതിയിൽ താഴത്തേക്ക് പോയി, അതിനുശേഷം തിരിച്ചു വന്നു. ഈ
കാണിക്കുന്ന ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കറിയാം ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ എന്തായാലും ഈ സ്റ്റോക്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ചെയ്യത്തുള്ളൂ. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനൊരു സാധ്യതയും ഇവിടെ ഇല്ല. ഓൾറെഡി ഇത് മൂവ് ചെയ്തേക്കുന്ന 2.2% ചേഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വോളട്ടൈൽ മാർക്കറ്റായിട്ടാണ് ഇതിന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഭാരതി എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ദെൻ ഇത് മുകളിൽ പോയി ക്ലോസിങ് തന്നതിന് ശേഷം താഴത്ത് വന്ന് റീടെസ്റ്റ് തരുമ്പോൾ എൻട്രി എടുക്കുന്ന ആളാണെങ്കിൽ ഇപ്പോഴും അയാൾ മാർക്കറ്റിലുണ്ടാകും. സോ ദാറ്റ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് 0.5% സ്റ്റോപ്പ് ലോസും വെച്ചാൽ നെക്സ്റ്റ് ടാർഗറ്റ് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യുമെങ്കിൽ അയാൾക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെക്ക് ചെയ്തോളൂ. ഇനിയിപ്പോൾ അദാനി എൻ്റർപ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും താഴത്തേക്കൊരു ബ്രേക്ക് തന്നു, റീടെസ്റ്റ് വരികയാണ്. റീടെസ്റ്റ് വന്നിട്ട് താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് നമുക്കവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നോക്കാൻ പറ്റുന്നത്. ഇതൊരു പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിൽ ഒരു പ്രധാന പോയിൻ്റ് ആയിരുന്നു നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ റിജക്ഷൻ എടുക്കുന്നു. സോ ദാറ്റ് അവിടെ നമ്മൾ എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടിയാൽ 0.5% സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് 1:2 ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ബജാജ് ആട്ടോ, അപ്പോൾ ഇതും കൂടെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചെക്കിങ് അവസാനിക്കുകയാണ്. വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അപ്പോൾ ബജാജ് ആട്ടോ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ സ്റ്റാർട്ട് ചെയ്തു, താഴത്തേക്ക് ബ്രേക്ക് തന്നു, അതിനുശേഷം വന്ന് റീടെസ്റ്റ് തന്നു. റീടെസ്റ്റ് തന്നതിന് ശേഷം ഇതിവിടെ താഴത്തേക്ക് തന്നെ കണ്ടിന്യൂഷൻ തരുവാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടിയാൽ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ കണക്ക് കൂട്ടുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് ഓർഡർ ബ്ലോക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ പോലും അതിനെ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പല സ്റ്റോക്കുകളിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് നമ്മൾ കണ്ടത്. എന്നിരുന്നാലും നമ്മളിന്ന് എൻട്രി എടുത്ത സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് പോലും ഏകദേശം കറക്റ്റ് ആയിരുന്നു. കുറച്ച് ഈ എഡ്ജിലല്ല നമ്മൾ എൻട്രി എടുത്തത്, ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ എൻട്രി എടുത്തത്. എന്നിട്ട് പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് എടുത്തതിന് ശേഷം 1:3 റിസ്ക് റിവാർഡ് മാർക്കറ്റിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കത് അൺലക്കി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിന്ന് 1:3 റിസ്ക് റിവാർഡ് അവിടെ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഓർഡർ ബുക്കും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് ബൈ ആണ് ഫസ്റ്റ് ചെയ്തത്. അത് നമ്മൾ ചെയ്തേക്കുന്ന സമയം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 9:16 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 1 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുത്തു. 260 രൂപ 66 പൈസയ്ക്ക് നമ്മൾ എൻട്രി എടുത്തു. അത് നമുക്കിവിടെ മാർക്കറ്റ് കാണാവുന്നതാണ്. ഇവിടെ 260 രൂപ 66 പൈസ ഈ പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, അതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 259 രൂപ 35 പൈസയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അവിടെയാണ് നമ്മൾ അൺലക്കി എന്ന് പറഞ്ഞത്. കാരണം മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ക്യാൻഡലിൻ്റെ ലോ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ. അതായത് 259.25 10 പൈസയുടെ വ്യത്യാസത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അതിനുശേഷം 1:3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ജസ്റ്റ് അൺലക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് ഇന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലക്കില്ലാത്തത് കൊണ്ട് അത് കിട്ടിയില്ല, അത്രയും കരുതിയാൽ മതി. ഇനി എല്ലാ ദിവസവും ടാർഗറ്റൊന്നും ഹിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പാർട്ട് ഓഫ് ദി ഗെയിമായിട്ട് നമ്മൾ കാണുക, സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പോയിട്ട് നമ്മൾ ഇമോഷണലായിട്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മുടെ കൺട്രോളിലുള്ളതല്ല ഈ കാര്യങ്ങളൊന്നും. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അതായത് ഇപ്പോൾ നമ്മൾ ബൈ എൻട്രി എടുത്തപ്പോൾ കിട്ടിയ 1:3 ആണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ വേറൊരാൾ ഇവിടെ വെച്ച് എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കാരണവശാൽ. അയാൾ സപ്പോസ് ഇവിടെ പോയിട്ട് 365 സെല്ല് ചെയ്യുവാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല, റിവേഴ്സ് ആകുന്നു. വീണ്ടും ഈ ഒരു പർട്ടിക്കുലർ ഏരിയ 365 എന്ന് പറയുമ്പോൾ ഒത്തിരി സെല്ലേഴ്സ് വരാവുന്ന ഒരു ഏരിയയാണ്. അവിടെ വന്നിട്ട് ഇയാൾ താഴത്തേക്ക് ഓർഡർ ഇടുവാണെന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ പോലും 0.5% അയാൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ടാർഗറ്റ് ഇതാ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ടാർഗറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 2.5ൻ്റെ റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഓർഡർ ഹിറ്റായി, ടാർഗറ്റിൽ ഹിറ്റായി. സോ ദാറ്റ് ഏത് സൈഡിലേക്ക് എടുത്താലും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ടാർഗറ്റ് ഹിറ്റാകുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി കണ്ടെന്ന് പഠിക്കുക. പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് പൈസ ഇറക്കി ചെയ്യുക. പഠിക്കാൻ എത്ര സമയം എടുത്താലും അതിൽ തെറ്റൊന്നുമില്ല, അത് തന്നെയാണ് നല്ലത്. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോഴും ആൾക്കാർക്ക് ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളതിൽ ഡൗട്ടുണ്ട്. അത് അടുത്ത ദിവസത്തേക്കുള്ളൊരു 5 സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ടാകും. അത് ഈവനിങ് ടൈമിൽ ആഫ്റ്റർ മാർക്കറ്റ് നമ്മളൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.